Hi, hello, welcome back to my YouTube channel. I am Shilpa and I am a final year MBBS student. അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടല്ലേ ഇരിക്കണേ? അപ്പൊ നമ്മുടെ നീറ്റിന്റെ അലോട്ട്മെന്റും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് കുറെ കുട്ടികൾ വെറ്റിനറി കോഴ്സിനെ പറ്റി കുറെ ഡൗട്ടും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ആ സമയത്ത് എന്റെ ഇന്റേണൽ എക്സാം നടക്കുന്നതുകൊണ്ടാണ് എനിക്ക് പ്രോപ്പർ ആയിട്ട് വീഡിയോ ഇടാനോ മെസ്സേജ് അയക്കാനോ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെ വെറ്റിനറി കോഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും ഇത്. അപ്പൊ അതിൽ കുറെ കുട്ടികൾ ചോദിച്ചിട്ട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് വെറ്റിനറി കോഴ്സ് എടുക്കണം, പക്ഷെ ഗവൺമെന്റിൽ കിട്ടാനുള്ള മാർക്കോ റാങ്കോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അപ്പൊ ഒരു സെൽഫ് ഫിനാൻസ് മെഡിക്കൽ കോളേജ് എടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട, അല്ലെങ്കിൽ ഏറ്റവും നല്ലൊരു സെൽഫ് ഫിനാൻസ് വെറ്റിനറി കോളേജ് ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ട് കുറെ കുട്ടികൾ മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടെ മറ്റ് സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റില് നമുക്ക് സെൽഫ് ഫിനാൻസ് വെറ്റിനറി കോളേജ് ഒന്നും തന്നെ ഇല്ല. അതിള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോർത്ത് ഇന്ത്യൻ സൈഡിലാണ് ഉള്ളത്. നോർത്ത് ഇന്ത്യയിൽ തന്നെ ഡൽഹി, രാജസ്ഥാൻ പോലുള്ള സ്റ്റേറ്റിലാണ് നമുക്കൊരു സെൽഫ് ഫിനാൻസ് വെറ്റിനറി കോളേജ് ഉള്ളത്. അപ്പൊ അതിൽ തന്നെ ഏറ്റവും നല്ലൊരു കോളേജ് വേണം നമ്മൾ ചൂസ് ചെയ്യാൻ. നമുക്കറിയാം നമ്മൾ ഈ ഒരു നോർത്തേൺ സൈഡിൽ ഇപ്പൊ റേസസും പോലത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ മലയാളികളൊക്കെ കൂടുതലുള്ള ഒരു കോളേജും കാര്യങ്ങളൊക്കെ ചൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെ സർവൈവ് ചെയ്യാൻ കുറച്ചുകൂടി ഈസി ആയിരിക്കും. ലൈക്ക് ഇപ്പൊ എല്ലാ അർത്ഥത്തിലും ഇപ്പൊ നമുക്കൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ കുറച്ചുകൂടി ഈസി ആയിരിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് രാജസ്ഥാനിലെ സെൽഫ് ഫിനാൻസ് വെറ്റിനറി കോളേജ് ആണ്. ഇപ്പൊ അവിടുത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കുറെ കുട്ടികൾ, അതായത് മലയാളി കുട്ടികൾ ഇഷ്ടം പോലെ പഠിക്കുന്ന ഒരു കോളേജാണ്. പ്ലസ് അതിൽ വേറൊരു ബോണസ് പോയിന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാനേജ്മെന്റിലുള്ള ആൾക്കാരും മലയാളീസ് ഉണ്ട്. അപ്പൊ നമുക്ക് പേഴ്സണൽ ആയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ പ്രൊഫഷണൽ ആയിട്ടുള്ള എന്ത് ഡൗട്ടും കാര്യങ്ങളൊക്കെ വന്നാലും നമുക്ക് ഈസി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മുടെ കൺസേൺസ് ഒക്കെ നമുക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ നമുക്ക് കുറച്ചുകൂടെ നമുക്ക് അവിടെ സർവൈവ് ചെയ്യാൻ കുറച്ചുകൂടെ ഈസി ആയിരിക്കും. പിന്നെ അത് മാത്രമല്ല, ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണ് ഫുഡ്. ഫുഡ് എന്ന് പറഞ്ഞാൽ ഈവൻ നമ്മളെ സൗത്ത് ഇന്ത്യയിലെ സ്റ്റുഡൻസ് നോർത്ത് ഇന്ത്യയിൽ പോയാലും നോർത്ത് ഇന്ത്യൻ സ്റ്റുഡൻസ് സൗത്ത് ഇന്ത്യയിൽ വന്നാലും മെയിൻ ഒരു പ്രോബ്ലം ആണ് ഫുഡിന്റെ കാര്യം പറയുകയാണെങ്കിൽ. അപ്പൊ അവിടുത്തെ ഹോസ്റ്റൽ മെസ്സിൽ മലയാളീസും കൂടെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് മലയാളി ടച്ച് ഉള്ള നമ്മുടെ ഫുഡും കാര്യങ്ങളും കൂടെ ഉണ്ടായിരിക്കും. അപ്പൊ മെയിൻ ആയിട്ടുള്ള ഫാക്ടർ എന്ന് പറയുന്നത് നമ്മുടെ മാർക്കും പിന്നെ നമ്മുടെ ഫീസും. അതാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ കൺസേൺ അല്ലെ. അപ്പൊ നമുക്ക് നീറ്റിന് ഈവൻ ഒരു 50 മാർക്ക്, നീറ്റ് സ്കോർ 50 മാർക്ക് ഉണ്ടെങ്കിൽ പോലും നമുക്ക് അവിടെ അഡ്മിഷൻ കിട്ടുന്നതായിരിക്കും. ഇപ്പൊ എബോ 50 ആണ് നമ്മുടെ നീറ്റ് സ്കോർ എങ്കിൽ നമുക്കൊരു 37.5 ലാഖില് നമുക്ക് എന്തായി നമ്മുടെ വെറ്റിനറി കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് പഠിച്ചിറങ്ങാൻ വേണ്ടി പറ്റും. പക്ഷെ അതിനേക്കാളും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പാറ്റേൺ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 10 ലക്ഷം സ്കോളർഷിപ്പിന്റെ ഒരു ബോണസും കൂടെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അതെങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻ കേസ് ഇപ്പൊ നിങ്ങളുടെ നീറ്റ് സ്കോർ എന്ന് പറയുന്നത് 400 മണ്ടയിലാണെങ്കിൽ നിങ്ങൾക്ക് ഇതേ കോഴ്സ് 28 ലക്ഷത്തിന് നിങ്ങൾക്ക് പഠിച്ചിറങ്ങാൻ വേണ്ടി പറ്റും. അതല്ല നിങ്ങളുടെ നീറ്റ് സ്കോർ എന്ന് പറയുന്നത് 200 മണ്ടയിലാണെങ്കിൽ നിങ്ങൾക്ക് 32 ലക്ഷത്തിന് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് പഠിച്ചിറങ്ങാൻ വേണ്ടി പറ്റും. കാരണം അത് ഈ ഒരു വർഷം ഭയങ്കര സിഗ്നിഫിക്കന്റ് ആണ്. കാരണം നമുക്കറിയാം ഈ വർഷത്തെ നീറ്റ് എന്ന് പറയുന്നത് ഭയങ്കര ടഫ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ റാങ്കും സ്കോറും ഒക്കെ നല്ല രീതിയിലുള്ള വേരിയേഷൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു മാർക്കിലാണ് ഇപ്പൊ നമ്മുടെ ഈ ഒരു വെറുതെ ഒരു വർഷം കളയാൻ വേണ്ടി പറ്റുന്നില്ല. നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാനും പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ചോയ്സ് തന്നെയാണ് ഈ ഒരു കോളേജിന്റെ കാര്യം. പിന്നെ എന്തൊക്കെയായാലും ഇപ്പൊ നമ്മുടെ സ്റ്റേറ്റിൽ നിന്ന് പഠിക്കുന്നതിന്റെ ഒരു സുഖം എന്തായാലും ഇപ്പം വേറൊരു സ്റ്റേറ്റിൽ പോയാൽ നമുക്ക് കിട്ടത്തില്ല. അതിൻ്റെതായിട്ടുള്ള കുറെ അഡ്ജസ്റ്റ്മെന്റുകൾ നമ്മൾ ചെയ്യണം. നമ്മുടെ കോളേജിൽ ഇപ്പൊ നമ്മുടെ ക്ലാസ്സിൽ തന്നെ ആയാലും നോർത്ത് ഇന്ത്യൻസ് കുറെ പേര് പഠിക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് ഫുഡിന്റെ കേസിലായാലും പിന്നെ നമ്മളൊക്കെ ആയിട്ടൊന്ന് മിങ്കിളായിട്ട് വരാനുള്ള കുറച്ച് അഡ്ജസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ അവർക്കൊക്കെ തുടക്കകാലത്തിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ യൂസ്ഡ് ആവും. അപ്പൊ അങ്ങനെ ആയിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകൾ നമ്മളും വേറൊരു സ്റ്റേറ്റിൽ പോയി പഠിച്ചാലൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം ഉള്ളപ്പോൾ നമ്മൾ അതിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് ആയിട്ടുള്ള ഒരു എൻവിറോൺമെന്റ് ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു നല്ലൊരു ഇൻഫോർമേഷൻ കിട്ടിയപ്പം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാന്ന് ഞാൻ വെച്ചത്. അപ്പൊ ഞാൻ ഈ ഇടയ്ക്കാണ് ഈ ഒരു ഇൻഫോർമേഷനോ കാര്യങ്ങളൊക്കെ അറിഞ്ഞത്. അപ്പൊ അതിന് വെച്ചൊരു വീഡിയോ ചെയ്യണമെന്ന് ഓർത്തിരിക്കുകയായിരുന്നു. പക്ഷെ എനിക്ക് സമയം കിട്ടിയത് ഇപ്പോഴാണ്. അതാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് ഫർദർ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കുക. ഇനി ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫോർമേഷനോ കാര്യങ്ങളോ അറിയണമെങ്കിൽ ഞാൻ കമന്റ് ബോക്സിൽ ഒരു നമ്പർ പിൻ ചെയ്യാം. നിങ്ങൾ അവരുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാ ഡൗട്ടും ക്ലിയർ ചെയ്യുന്നതായിരിക്കും. അപ്പൊ അത്രേ ഉള്ളൂ ഈ ഒരു വീഡിയോ. അപ്പൊ അടുത്തൊരു വീഡിയോയിലേക്ക് കാണാം. ബൈ.